ITL ആൻഡ് എറാം ഗ്രൂപ്പ് കുടുംബം ഒരുക്കിയ ഇഫ്താർ വിരുന്ന് ശ്രദ്ധേയമായി. പാലക്കാട് മങ്കരയിൽ നടന്ന പരിപാടിയിൽ നിരവധി പ്രമുഖരാണ് പങ്കെടുത്തത്. നൌഷാദ് ബാക്കഫി ചിറയിൻകീഴ്, കെയർ ഗ്രൂപ്പ് ചെയർമാൻ കെയർ ബാലൻ, ITL എറാം ഗ്രൂപ്പ് ഡയറക്ടർ അക്ബർ, ജാഫർ സ്വാദിഖ് അൻവരി, KA മുഹമ്മദ് പെരിങ്ങാട്ടുകുറിശി, കുഞ്ഞു മുഹമ്മദ് ഹാജി, പഴയലക്കടി ഇമ്പിച്ചിക്കോയ തങ്ങൾ തുടങ്ങി പ്രമുഖർ പങ്കെടുത്തു. ITL ആൻഡ് എറാം ഗ്രൂപ്പിന്റെ നമ്മുടെ പ്രിയപ്പെട്ട അബൂബക്കർ സാഹിബിന്റെ വീട്ടിലാണ് ഇവിടെ ഇത്രയും ആളുകൾ ഇങ്ങനെ തിക്കും തിരക്കും കൂട്ടി വരുന്നത് അദ്ദേഹത്തിന്റെ സ്നേഹം നിറഞ്ഞ ഇഫ്താർ വിരുന്നിൽ പങ്കുകൊള്ളാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ അടുത്തൊരു ഓഡിറ്റോറിയത്തിൽ വലിയൊരു പ്രോഗ്രാം, അതിൻ്റെ ഒരു നസീഹത്തും പ്രാർത്ഥനയും ബഹുമാനപ്പെട്ട ഇമ്പിച്ചിക്ക തങ്ങളുടെ നേതൃത്വത്തിൽ ദുആയും ഒക്കെ നടന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് എല്ലാവരും കൊണ്ട് വന്നതാണ്. ആയിരക്കണക്കിന് ആളുകൾക്ക് അവിടെ ഭക്ഷണ വിതരണമൊക്കെ നടന്നു. ഇനി അദ്ദേഹത്തിന്റെ ഭവനത്തിൽ വന്ന് സ്നേഹത്തോടെ ദുആ ചെയ്ത് ഇഫ്താർ നടത്തി പോകാൻ വേണ്ടിയിട്ടാണ് KR ബാലേട്ടൻ ഉൾപ്പെടെ നമ്മുടെ മുഹമ്മദ് സാഹിബ്, അങ്ങനെ ഒത്തിരി ആളുകളുണ്ട്. അൽഹംദുലില്ലാഹ് വലിയ സന്തോഷത്തിന്റെ ഈ വിരുന്നിൽ മനസ്സിന് വല്ലാത്ത ആനന്ദം തോന്നുകയാണ്. ഒരുപാട് ജാതി മതത്തിന്റെ അതിർവരമ്പുകൾ മാറ്റിവെച്ചിട്ട് സ്നേഹത്തിന്റെ പൂമരത്തണലായി ITL എറാം ഗ്രൂപ്പിന്റെ കുടുംബം മാറുന്ന ഒരു രംഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപാട് ആളുകൾ, കുഞ്ഞുങ്ങൾക്കൊക്കെ വലിയ സന്തോഷമാണ്. അവർ ഓടിക്കളിക്കുന്നു, ചാടിക്കളിക്കുന്നു. എല്ലാ മതസ്ഥരും വന്ന് സന്തോഷത്തോടെ അബൂബക്കർ സാഹിബിന് കൈ കൊടുത്തിട്ട് പോകുമ്പോൾ മനസ്സിന് വല്ലാത്ത അഭിമാനം. നമുക്കൊക്കെ ഇഷ്ടത്തോടെ സ്നേഹത്തോടെ നമ്മുടെ ജ്യേഷ്ഠ സഹോദരനെ കാണുന്ന അദ്ദേഹം ഇത്രയും വലിയ മനോഹരമായ ഒരു സംഗമത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തോടുകൂടി ആയുസ് കൊടുക്കട്ടെ. എറാം ഗ്രൂപ്പിന്റെ മറ്റു പ്രിയപ്പെട്ട അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ, കൂടപ്പിറപ്പുകൾ, അവിടെ സംരംഭങ്ങളിൽ വലിയ ബറക്കത്ത് അള്ളാഹു കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യാണ്. സന്തോഷത്തോടെ ഇന്നത്തെ ഈ ചടങ്ങിൽ സാധാരണ മലപ്പുറത്താണെങ്കിൽ എല്ലാം ഒരു തിരക്കിലാണ്. അതിലും കൂടുതലായി വളരെ വളരെ സന്തോഷത്തോടു കൂടിയ ആളുകൾ നോമ്പ് തുറക്കേണ്ടി എന്താ പറയുക, ഭക്ഷണം കൊണ്ട് സന്തോഷത്തോടുകൂടി ഒരു 1 കിലോമീറ്ററാണ് വണ്ടിയെ പാർക്ക് ചെയ്യുന്നത്. അത്രമാത്രം ഒരു ആ ജനങ്ങളുടെ സ്നേഹം, ഈ കുടുംബത്തോടുള്ള ആ എന്താ പറയുക സ്നേഹത്തിൻ്റെ നിറകുടം എന്ന് പറയാം. അത്രമാത്രം സ്നേഹം കൊടുക്കുന്ന ഒരു കുടുംബമാണ് ഈ കുടുംബം. ഞങ്ങൾക്ക് വലിയ 10-40 വർഷങ്ങളായി വളരെ സന്തോഷം തോന്നുന്നതാണ്. കാരണം മലപ്പുറം ജില്ലയിൽ ഇങ്ങനെ കണ്ടു പരിചയമുള്ളൂ. പാലക്കാട് ജില്ലയിലേക്ക് ഇത്രയധികം ആളുകൾ ഒരുമിച്ച് കാണുക, ആയിരക്കണക്കിന് ആളുകളാണ് അവിടെ കുടുംബത്തിലെ കുടുംബസമയം വന്നിട്ട് ഒരു തിക്കും തിരക്കില്ലാതെ അത് റെറ്റ് വാങ്ങിയാണ് പോയിക്കൊണ്ടിരിക്കുക. വളരെ സന്തോഷത്തോടെ എൻ്റെ കാറെടുത്തിട്ടും അവരുടെ ബൈക്കിലും എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്, ബസ്സിലും. വളരെ സന്തോഷമുണ്ട്. പറയാനായിട്ടൊന്നും ബാക്കി വെച്ചിട്ടില്ല. എല്ലാം ഇവരൊക്കെ പറഞ്ഞതിൽ കൂടുതലും പറയാനില്ല താനും. എല്ലാവർക്കും വേണ്ടി പങ്കെടുത്ത എല്ലാവർക്കും നമ്മളുടെ നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും വളരെ സംതൃപ്തമായ രീതിയിൽ ഇന്ന് വളരെ എവിടെയും പതിവില്ലാത്ത രീതിയിലുള്ള ഒരു ഇഫ്താർ വിരുന്നാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ITL എറാം ഗ്രൂപ്പ് സംഘടിപ്പിച്ചത്. അല്ലാഹു തആല അത് വലിയ ഒരു സാലിഹായ പ്രവർത്തനമായി അല്ലാഹു തആല കബൂൽ ചെയ്യുന്നതോടൊപ്പം ഇതിൻ്റെയൊക്കെ ഫലം വരുന്ന കുടുംബത്തിൽ മരിച്ചുപോയവരുടെ ആ പ്രിയപ്പെട്ട ആത്മാവുകളിലും അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. പ്രിയപ്പെട്ട അവരുടെ അബൂബക്കർ സാഹിബിൻ്റെ പ്രിയപ്പെട്ട അനുജൻ മുഹമ്മദ് സാഹിബ് ഈ വക കാര്യങ്ങൾക്കൊക്കെ വളരെ തൽപരനായിരുന്നു. ജീവിതകാലം മുഴുവനും ആ ചിന്തയിലും ആ പ്രവർത്തനത്തിലുമായിട്ട് ജീവിതം ധന്യമാക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഒരാൾ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം ഉൾപ്പെടെ മരണപ്പെട്ടു പോയ നമുക്കൊക്കെ വേണ്ടപ്പെട്ട എല്ലാവർക്കും അല്ലാഹു തആല പരസ്പരം റാഹത്ത് നൽകുന്നതോടൊപ്പം അവർക്ക് ഈ വക കാര്യങ്ങളൊക്കെ ഇനിയും അഭംഗുരം തുടരാനുള്ള എല്ലാ സ്വാർത്ഥത്തും അതിനുള്ള എല്ലാവിധ തൗഫീഖും ദീർഘായുസ്സും എല്ലാ സലാമത്തും റഹ്മത്തിൻ്റെ തിരുനോട്ടവും പ്രത്യേകം അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ഉൾപ്പെടെ എല്ലാ വിശിഷ്ടാദികളൊക്കെ വന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഭാരത് അവിടെ ഉണ്ട്, നമ്മൾ അസം മുഹമ്മദ് സാഹിബ് ഹാജി ഒക്കെ ഉണ്ട്, ഒരുപാട് ഉമറാക്കളൊക്കെ ഉണ്ട്. എല്ലാവരും അദ്ദേഹത്തിൻ്റെ സ്നേഹമസന്നമായ ആ ക്ഷണം സ്വീകരിച്ചതാണ് അവർ വന്നിട്ടുള്ളത്. എല്ലാം അല്ലാഹുവിന്റെ സന്തോഷം. നിരവധി പേർക്ക് നോമ്പുതുറ വിഭവങ്ങൾ അടങ്ങിയ കിറ്റുകളും വിതരണം ചെയ്തു. ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ.